ചിലർക്ക് അധികാരം ഒരു ആസക്തിയാണ്, എന്നാൽ മറ്റു ചിലർക്ക് അത് പ്രസ്ഥാനത്തോടുള്ള അചഞ്ചലമായ നീതി പുലർത്തലാണ്. ഇരിക്കൂറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ എന്ന പേര് അടയാളപ്പെടുത്തുന്നത് അധികാരമോഹിയായ ഒരു നേതാവായല്ല, മറിച്ച് തനിക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കപ്പെട്ടപ്പോഴും പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അനുസരണയുള്ള പോരാളി എന്ന നിലയിലാണ്. അനന്തമായ കാത്തിരിപ്പല്ലേ ഇത്? പതിറ്റാണ്ടുകളോളം ഒരേ സീറ്റിൽ പൂച്ച പെറ്റുകിടക്കുന്ന പോലെ കടിച്ചു തൂങ്ങുന്ന നേതാക്കന്മാർക്കിടയിൽ 70കളിൽ KC യൂണിറ്റ് ഭാരവാഹിയായി തുടങ്ങി KPCC ജനറൽ സെക്രട്ടറി വരെയായിട്ടും സ്വന്തം തട്ടകമായ ഇരിക്കൂറിൽ ഒരു അവസരത്തിനായി അദ്ദേഹം ഇന്നും കാത്തു നിൽക്കുന്നു. 40 വർഷം ഇരിക്കൂർ സഹിച്ച വരുത്തൻ രാഷ്ട്രീയത്തിനു മുന്നിൽ സോണി സെബാസ്റ്റ്യൻ എന്ന മണ്ണറിഞ്ഞ നേതാവ് ഇന്നും ഒരു വിസ്മയമാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരിക്കൂർ സീറ്റ് അദ്ദേഹത്തിന് ഉറപ്പു നൽകിയതായിരുന്നു. അണികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിട്ടും ഉമ്മൻചാണ്ടി എന്ന വാക്കിനു മുന്നിൽ തന്റെ പ്രതിഷേധം അവസാനിപ്പിച്ച് സജീവ് ജോസഫിന്റെ വിജയത്തിനായി ഓടി നടന്ന സോണി സെബാസ്റ്റ്യനെ നാം കണ്ടു. നിലമ്പൂരിൽ PV അൻവറിനെതിരെ പാർട്ടിയെ വിജയത്തിലെത്തിച്ച തിരഞ്ഞെടുപ്പ് ചുമതലക്കാരനായാലും ഖത്തറിലെ ഇൻകാസ് തർക്കങ്ങൾ വെറും 3 ദിവസം കൊണ്ട് പരിഹരിച്ച നയതന്ത്രജ്ഞനായാലും അദ്ദേഹത്തിൻ്റെ മികവ് തർക്കമില്ലാത്തതാണ്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി പദവികൾ വലിച്ചെറിയുന്ന ഈ കുതികാൽ വെട്ടുകാലത്ത് ഇന്നും തൻ്റെ മണ്ഡലത്തിലെ UDF യോഗങ്ങളിൽ സജീവമായി പങ്കെടുത്ത സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി വിയർപ്പൊഴുക്കുന്ന അദ്ദേഹം രാഷ്ട്രീയക്കാർക്ക് ഒരു പാഠപുസ്തകമാണ്. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ കരുവഞ്ചാലുകാരനായ ഈ മനുഷ്യൻ നേരിടുന്ന അവഗണന ഒരു വ്യക്തിയുടെ പരാജയമല്ല, മറിച്ച് ജനാധിപത്യപരമായ അവസരങ്ങൾ നിഷേധിക്കുന്ന രാഷ്ട്രീയ ശൈലിയുടെ പരാജയമാണ്. ഇനിയും ഇത്തരം കറപുരളാത്ത വ്യക്തിത്വങ്ങളെ പാർട്ടി അവഗണിക്കരുത്. മലയോരത്തെ പുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയോരം ന്യൂസ് ഫോളോ ചെയ്യുക.